നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് ശേഷം ഒരു മാസം നീണ്ട ആകാംക്ഷകൾക്ക് വിരാമമിട്ടുകൊണ്ട് കേരളം ആര് ഭരിക്കുമെന്ന് തിങ്കളാഴ്ച അറിയാം. രാവിലെ 8 മണിയോടെ സംസ്ഥാനത്തെ 140 കേന്ദ്രങ്ങളിലും വോട്ടെണ്ണൽ ആരംഭിക്കും. തൃശൂർ ജില്ലയിലെ 13 മണ്ഡലങ്ങളിലെ ഫലങ്ങൾ അറിയുന്നതിനായി 3 പ്രധാന വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. രാവിലെ 8-ന് സ്ഥാനാർത്ഥികളുടെയും നിരീക്ഷകരുടെയും സാന്നിധ്യത്തിൽ വോട്ടിംഗ് മെഷീനുകൾ പുറത്തെടുക്കും. തൃശൂർ രാമവർമ്മപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ചേലക്കര, വടക്കാഞ്ചേരി, ഒല്ലൂർ, തൃശൂർ, നാട്ടിക എന്നീ 5 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ നടക്കും. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലാണ് മണലൂർ, കുന്നംകുളം, ഗുരുവായൂർ മണ്ഡലങ്ങളിലെ വോട്ടുകൾ എണ്ണുന്നത്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ കയ്പമംഗലം, ഇരിങ്ങാലക്കുട, പുതുക്കാട്, ചാലക്കുടി, കൊടുങ്ങല്ലൂർ എന്നീ 5 മണ്ഡലങ്ങളിലെയും ജനവിധി അറിയാം. രാവിലെ 8-ന് വോട്ടെണ്ണൽ ആരംഭിക്കുമ്പോൾ ആദ്യം തപാൽ വോട്ടുകൾക്കാണ് പരിഗണന നൽകുക. 8:30-യോടെ വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടെണ്ണൽ തുടങ്ങും. തപാൽ വോട്ടുകൾ എണ്ണിത്തീർന്നില്ലെങ്കിലും നിശ്ചയിച്ച സമയത്ത് തന്നെ വോട്ടിംഗ് യന്ത്രങ്ങൾ തുറക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ക്രമമനുസരിച്ചാണ് വോട്ടുകൾ എണ്ണുന്നത്. ചേലക്കര മണ്ഡലത്തിൽ ആദ്യം ചേലക്കര പഞ്ചായത്തിലെ വോട്ടുകൾ എണ്ണും. തുടർന്ന് വരവൂർ, ദേശമംഗലം, വള്ളത്തോൾ നഗർ, പാഞ്ഞാൾ, കൊണ്ടാഴി, തിരുവല്ലോമല, പഴയന്നൂർ എന്നീ പഞ്ചായത്തിലെ വോട്ടുകൾ യഥാക്രമം എണ്ണും. വടക്കാഞ്ചേരിയിൽ നഗരസഭയിലെ വോട്ടുകളാണ് ആദ്യം എണ്ണുക. തുടർന്ന് തെക്കുംകര, മുളങ്കുന്നത്തുകാവ്, അവണൂർ, കൈപ്പറമ്പ്, തോളൂർ, അടാട്ട്, കോലഴി എന്നീ പഞ്ചായത്തുകളിലെ വോട്ടുകളും കുന്നംകുളത്ത് കാട്ടക്കമ്പാൽ പഞ്ചായത്ത് മുതൽ വേലൂർ വരെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെയും വോട്ടുകൾ എണ്ണും. വോട്ടെണ്ണൽ ഡ്യൂട്ടിക്കായി 341 കൗണ്ടിംഗ് സൂപ്പർവൈസർമാർ, 452 കൗണ്ടിംഗ് അസിസ്റ്റന്റുമാർ, 341 മൈക്രോ ഒബ്സർവർമാർ, 120 അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ എന്നിവരെ ജില്ലയിൽ വിന്യസിച്ചിട്ടുണ്ട്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കാൻ 1950 പോലീസ് സേനാംഗങ്ങളെയും നിയോഗിച്ചു. ഓരോ റൗണ്ടിലും 12 മുതൽ 14 വരെ ബൂത്തുകൾ എണ്ണുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ. സംസ്ഥാനത്താകെ 883 സ്ഥാനാർത്ഥികളാണ് മാറ്റുരയ്ക്കുന്നത്. 79.83% പേർ ഇത്തവണ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്.